ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിലെ പ്രധാനികൾ. നിലമ്പൂർ ആയിഷ മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ് MP, മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവരുടെ പ്രതീക്ഷകളും പങ്കുവച്ചു. ഇടതു സഹയാത്രികയും കലാകാരിയുമായ മണ്ഡലത്തിലെ സെലിബ്രിറ്റി വോട്ടർ നിലമ്പൂർ ആയിഷ പോളിംഗ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ പോളിംഗ് ബൂത്തിലെത്തി. നിലമ്പൂർ മൂക്കട്ട ഗവൺമെന്റ് LP സ്കൂൾ 196 ബൂത്തിലെ ആദ്യ വോട്ടറായി ഹിതം രേഖപ്പെടുത്തി. 90 പിന്നിട്ട നിലമ്പൂർ ആയിഷ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലടക്കം സ്വരാജിനായി രംഗത്തിറങ്ങിയിരുന്നു. സ്വരാജ് ജയിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. അത് നിങ്ങൾ ചോദിക്കുന്നതിനോട് അത് ഞാൻ സ്വരാജിനെ കൊടുക്കുള്ളൂ. മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ MPയുമായ PV അബ്ദുൽ വഹാബിന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളായിരുന്നു വോട്ടിംഗ് കേന്ദ്രം. 7 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് കുറഞ്ഞാൽ UDFന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നും ആശങ്ക പ്രകടിപ്പിച്ചു. അൻവർ LDF വോട്ടുകൾ പിടിക്കുമെന്ന പ്രതീക്ഷയും. LDFന്റെ പിടിക്കും. സംതൃപ്തരായ മാർക്സിസ്റ്റ് ആൾക്കാരുടെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ലേ. പോത്തുങ്കൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റത്തെ 126 ബൂത്തിലെത്തിയാണ് DCC അധ്യക്ഷൻ VS ജോയ് വോട്ട് രേഖപ്പെടുത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായാലും UDFന്റെ എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാൻ താഴെത്തട്ടിൽ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രതികരണം. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ വോട്ട് രേഖപ്പെടുത്തിയ 50 പേർക്ക് VVPATൽ നിന്ന് സ്ലിപ്പ് വരാത്ത സംഭവത്തിൽ റീപോളിംഗ് വേണമെന്നും ആവശ്യം. പോളിംഗ് എത്ര കുറഞ്ഞാലും ഞങ്ങളെ അത് ബാധിക്കില്ല. പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ മഴ മുൻകൂട്ടി കണ്ടു തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ഏറെ ചർച്ചയായ നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ രാവിലെ 8:45 കൂറ്റമ്പാറ ALP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വിവാദങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം പറയുമെന്നും പ്രതികരണം. ഇതുവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും നെറേറ്റീവുകളും ഒക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും പറയാനുണ്ടാവും. അത് ജമാഅത്തെ ഇസ്ലാമി പറയും. പോളിംഗ് കുറഞ്ഞാലും കൂടിയാലും വിജയപ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. 24 നിലമ്പൂർ.